ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട്. എമ്പുരാന്റെ ടീസർ, അതോടൊപ്പം തന്നെ 4K റീമാസ്റ്റർ പതിപ്പായി ഫെബ്രുവരി 7 തിയേറ്ററിലെത്തുന്ന വടക്കം വീരഗാഥയുടെ ട്രെയിലർ റിലീസിംഗ്, മമ്മൂട്ടിയുടെ ഡൊമിനിക്കിന്റെ കളക്ഷൻ റിപ്പോർട്ട്, ആസിഫിന്റെ രേഖാചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ ഒട്ടനവധി വിശേഷങ്ങൾ ഈ വീഡിയോ വഴി പങ്കുവയ്ക്കുകയാണ്. ആദ്യം നമുക്ക് ഡൊമിനിക്കിന്റെ കളക്ഷനിലേക്ക് പോയാൽ ആദ്യ ഞായറാഴ്ച കൂടിയായ 4-ാം ദിവസമാണ് ഇന്ന് പിൻവലിക്കുന്നത്. ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള ആദ്യ 3 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത് ജനുവരി 23 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ 1,85,00,000 രൂപയായിരുന്നു. ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് 4,10,00,000 രൂപയുമാണ്. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 1,32,00,000 രൂപ കേരള കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമയുടെ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെ കേരള കളക്ഷൻ 1,51,00,000 രൂപയായിരുന്നു. അങ്ങനെ 4,68,00,000 രൂപയാണ് ഈ സിനിമ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 3 ദിവസം കൊണ്ട് ഈ സിനിമ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു. 4-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 6,50,00,000 മുകളിൽ ഈ സിനിമ കേരള കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. 4 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 14.5-15 കോടി റേഞ്ചിലുമാണ്. ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളെ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ജനുവരി 9 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന സിനിമയാണ് രേഖാചിത്രം. സിനിമ തിയേറ്ററിലെത്തി 3-ാമത്തെ ഞായറാഴ്ച കൂടിയ 18-ാമത്തെ ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. 17-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 60 ലക്ഷം രൂപയായിരുന്നു. അതേസമയം 18-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ വീണ്ടും വർധനവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് 75 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ആദ്യ 17 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 24 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ 18 ദിവസത്തെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 25 കോടി റേഞ്ചിലാണ്. ആദ്യ 14 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ 18 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 53.5-54 കോടി റേഞ്ചിലാണ്. മാർച്ച് 27 റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന എമ്പുരാന്റെ ടീസർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം കൂടിയ L2 എമ്പുരാന്റെ ടീസർ ലോഞ്ചിങ് വർണ്ണശബളമായ പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനെ ഒരു ലോഞ്ചിങ് ടീസറിന് വേണ്ടി മാത്രം സംഘടിപ്പിച്ചിട്ടുള്ളത്. 2 മിനിറ്റ് 23 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം 15 ലക്ഷം പേര് കണ്ടുകഴിഞ്ഞു. അതേസമയം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ ഈ ടീസർ നേടിയെടുത്തിരിക്കുന്നത് 5 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ആണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ടീസർ വമ്പൻ ട്രെൻഡിങ് നേടിയെടുത്തിരിക്കുകയാണ്. MDയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററിലെത്തി സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. മമ്മൂട്ടി, സുരേഷ് ഗോപി, ബാലങ്കേ നായർ, ക്യാപ്റ്റൻ രാജു, മാധവി എന്നിങ്ങനെ മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ അഭിനയിച്ച ഈ സിനിമ അന്നും ഇന്നും എന്നും മലയാളികൾക്ക് പ്രിയങ്കരമാണ്. ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി ഫെബ്രുവരി 7 വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. സമീപകാലത്ത് 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയ മമ്മൂട്ടിയുടെ പല ചിത്രങ്ങളും പരാജയമായിരുന്നു. സ്വാഭാവികമായിട്ടും ഹൈപ്പോ പ്രമോഷനോ ഒന്നും കൂടാതെയാണ് അവയെല്ലാം തിയേറ്ററിലെത്തിയത്. അതേസമയം വടക്കം വീരഗാഥയുടെ 4K റീമാസ്റ്റർ പതിപ്പിന്റെ റിലീസിന് മുന്നോടിയായി പുതിയ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. മാറ്റിനി നൗ യൂട്യൂബ് ചാനൽ വഴി റിലീസ് ചെയ്തിരിക്കുന്ന ട്രെയിലറിന് 2 മിനിറ്റ് 22 സെക്കൻഡാണ് ദൈർഘ്യം. തളപതി വിജയ് നായകനായി H. വിനോദ് സംവിധാനം ചെയ്യുന്ന തളപതി 69 എന്ന് നാമകരണം ചെയ്ത് ചിത്രീകരണം ആരംഭിച്ച സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, സെക്കൻഡ് ലുക്ക് പോസ്റ്റർ, ടൈറ്റിൽ എന്നിവ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമാഭിനയം നിർത്തി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയ വിജയിന്റെ അവസാന സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സിനിമയ്ക്ക് ജനനായകൻ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ പോസ്റ്ററാണ്. വൈകിട്ട് 4 മണിയോടെ ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും പുറത്തു വന്നിരുന്നു. ചിത്രത്തിൽ ഗൗതം വാസുദേവൻ, പ്രകാശ് രാജ്, നരേൻ, പ്രിയാമണി, മമിത ബൈജു, മോണിഷ, വരലക്ഷ്മി, ശരത് കുമാർ എന്നിവർക്കൊപ്പം പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ എന്നിവരാണ് പ്രധാന താരങ്ങളായി അഭിനയിക്കുന്നത്. ഒട്ടനവധി വിശേഷങ്ങളാണ് ഈ വീഡിയോ വഴി പങ്കുവച്ചിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.